ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. എന്താണെന്നല്ലേ കാണാം. ഇതന്നെ വെറൈറ്റി. ഞാൻ സാരിയൊക്കെ കൊടുത്ത് അമ്പലത്തേക്ക് പോകണം. സാരി കേട്ടോ, സെറ്റ് മുണ്ട് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമല്ലാത്ത സംഭവമാണിത്. ഞാൻ ഡാൻസിന്, അതായത് കൈകുട്ടികളി, അങ്ങനെ തിരുവാതിര, എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതൊക്കെ ഇടലുള്ളൂ. അല്ലാതെ അമ്പലത്തിക്കൊന്നും പോകുമ്പോൾ ഞാൻ ഇത് ഇടൂല. എനിക്കിഷ്ടമല്ല, തടിയില്ലാത്തതുകൊണ്ട് ഇതൊന്നും എനിക്ക് വലിയ ഇതില്ല. അപ്പം ഞങ്ങളുടെ 41 ദിവസം ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ കുടുംബക്ഷേത്രത്തിൽ ഓരോ അംഗങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടുകാരിങ്ങനെ 4 ദിവസം അമ്പലത്തിൽ വിളക്ക് വയ്ക്കിട്ടു. അപ്പം ഞങ്ങളുടെ 4ാമത്തെ വിളക്കാണെന്ന്. അതായത് ലാസ്റ്റത്തെ വിളക്ക്, 1, 2, 3 ഒക്കെ കഴിഞ്ഞ് 4ാമത്തെ വിളക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അമ്പലത്തേക്ക്. ഞാനും ഏട്ടനും അവനെയും തേജുട്ടനും കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരൊക്കെ ചുറ്റും വൃത്തിയാക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. നമ്മളെ പണി അതല്ലേ, അപ്പം നമ്മൾ അത് ഭംഗിയായിട്ട് ചെയ്യുക. ഞങ്ങളുടെ അമ്പലത്തിൽ എല്ലാ ഇംഗ്ലീഷ് മാസം ആദ്യത്തെ ഞായറാഴ്ച പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അങ്ങനെ ആ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ മങ്കിയാൾ ഇങ്ങനെ അശിവഴി ഉണ്ടാക്കി നിൽക്കുന്നത് കണ്ടത്. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തി. അത്യാവശ്യം ഇങ്ങനെ ഇരുട്ടായി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങോട്ട് കാണുന്നില്ല. പിന്നെ നമ്മളെ ഫോണൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് പവറുള്ള ഫോണൊന്നല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട്. അത്ത കട കിടക്കട്ടെ, നമ്മളെ ഫോണിൽ എടുക്കാൻ പറ്റുന്നല്ലേ നമുക്ക് എടുക്കാൻ പറ്റുക അല്ല. പിന്നെ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പം അങ്ങനെ വിളക്ക് വയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ വൃശ്ചികം 41 വരെ എല്ലാ വീട്ടുകാരും അങ്ങനെ വയ്ക്കും. അപ്പം അങ്ങനെ തേച്ചിട്ട് കണ്ടോ, പാൻറ്റൊക്കെ ഇട്ടാണ് വന്നിട്ടുള്ളത്. ട്രൗസർ ഓന് ആറാമാണ്. അല്ലെങ്കിൽ അമ്പലത്തേക്ക് പോരാൻ മുണ്ട് വേണം. മുണ്ട് അതായത് എൻ്റെ വീട്ടിലാണ് തോന്നുന്നു, ഇവിടെ തിരഞ്ഞിട്ട് കാണാനൊന്നുമില്ല. അപ്പം അങ്ങനെ ഇത് കാവാട്ടോ, ഇത് പിന്നെ അമ്പലം. അപ്പം അങ്ങനെ ഏട്ടനും മക്കളും എല്ലാവരും കൂടെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ കത്തിക്കലൊക്കെ തുടങ്ങി. ഇത് കത്തിക്കൽ നമ്മൾ തേച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് അവൻ്റെ ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാൻ അവൻ്റെ ഫേസൊന്നും അങ്ങനെ കത്തിക്കണ കാണിച്ചിട്ടില്ല. അവൻ എന്തായാലും കത്തിക്കണം എന്നുവെച്ചാൽ കത്തിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ദീപമൊക്കെ നല്ല ഭംഗിയിൽ കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് നമ്മളെ എന്തായത് ഗുരുവായൂർ ഏകാദശിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം തന്നെ കിട്ടിയിട്ടുണ്ട് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ വിളക്കും കാര്യങ്ങളൊക്കെ തെളിയിച്ചിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നൊരു കാര്യം, ഞാൻ ഇതിനു മുൻപൊക്കെ അങ്ങനെ ചക്കേൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇതിൻ്റെ തൊട്ട ബാക്കിലുള്ള വീഡിയോസൊക്കെ തോന്നുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ടത് എൻ്റെ പഴയ വീഡിയോ ക്ലിപ്പാക്കിയിട്ട് ഇട്ടതാട്ടോ. പുതിയ വീഡിയോ ഒന്നും എടുത്തിട്ടതല്ല. അപ്പം അങ്ങനെ ഇട്ടതാണ്. അപ്പം അങ്ങനെ അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നു, ചക്കൊക്കെ ആവാനായോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതോണം അറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയാണ് അത് സംഭവിച്ചത്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അമ്പലമൊക്കെ ഒന്ന് 3 പ്രാവശ്യം വലം വെച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരാനുള്ള ഒരുക്കത്തിലായിട്ടോ. അപ്പോൾ ഇറങ്ങി വന്നിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ മോളെ പ്രാർത്ഥന അപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓള് പ്രാർത്ഥിക്കുക തന്നെയാണ്. അങ്ങനെ അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തേജുട്ടന് ഞങ്ങളും വീട്ടിലേക്ക് പോരുകയാണ്. വീട്ടിലെത്തിയ ശേഷം കണ്ടോ, തേജുട്ടന് എന്നെ മേക്കപ്പ് ചെയ്യുകയാണ്. ചേച്ചീൻ്റെ കുറച്ച് മേക്കപ്പ് പെട്ടിയുണ്ട്, അതുകൊണ്ടുള്ള കലാവിരുദ്ധാണ് ഈ കാണിക്കുന്നത്. എന്താകുമോ എന്തോ, എന്തായാലും ഓനൊരു പരിപാടി ഇവിടെ നടത്തും ഉറപ്പാണ്. എന്തായാലും ഇന്നോന് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ നാക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഓൻ ചെയ്യട്ടെ. അപ്പം ഞാനതിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ബ്രഷ് എടുക്കണ്, എന്തിലൊക്കെ കുത്തണ്, തേക്കിന്. എനിക്കാണെങ്കിൽ ഈ ഒരു കുന്ത്രാണകളൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ഓട് നല്ലോണം ഇടും ഇതൊക്കെ. ഞാൻ ചീത്ത അറിയില്ലാണ്, അതൊന്നും ഇടണ്ട, അങ്ങനെ ഇങ്ങനെ ആനാ ചേന അറിയാം. എന്തിനു കണ്ടതൊക്കെ വാരി ഇങ്ങനെ പൊത്തുന്നത്, എത്ര കേടാണ് അതൊക്കെ. നമ്മൾ ഹോം മെയ്ഡായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ, അത് നല്ലതാണ് എഴുതാം. ഇതൊക്കെ പറഞ്ഞാൽ ഏതോ ലോക്കൽ ഉടായിപ്പ് സാധനങ്ങളൊക്കെ ആവും. ഒന്നും അങ്ങോട്ട് വിശ്വസിച്ച് വാങ്ങാൻ പറ്റാത്ത കാലമാണല്ലോ. അപ്പോൾ ഓളോട് പറഞ്ഞാലൊന്നും കേൾക്കില്ല. ഞാൻ പറയും എപ്പോഴേലും എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ മാത്രം ലിപ്സ്റ്റിക് ഇട്ടാൽ മതി അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ ഉണ്ടോ കേൾക്കുന്നു, പിന്നെ അതൊക്കെ ഇടും. ലിഫ്റ്റാണെങ്കിൽ ഐലൈനർ പോലും എഴുതാൻ വെച്ചില്ല. ഞാനാണ്. പിന്നെ പറഞ്ഞാൽ ഓളെ മേമ നല്ലോണം മേക്കപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഓളെ ഒരു രണ്ടാമത്തെ ആൻറ്റിയും തന്നെ കുറച്ച് മേക്കപ്പിൻ്റെ ഒക്കെ ഒരു ഇതാണ്. ഞാൻ പറയും എന്നൊക്കെ എൻ്റെ ശൈലാൻ്റീൻ്റെ പ്രേതം കയറിയതാണ് അറിയും ചില നേരത്ത്.
എൻ്റെ മാമൻ്റെ കണ്ട് പഠിക്കുകയാണ് അറിയും. അപ്പോൾ അങ്ങനെ മാമൻ്റെ ലിപ്റ്റിക്കും കാര്യങ്ങളൊക്കെ ചിലപ്പം കാണാതെ കൊണ്ടുപോരും. ചിലപ്പോൾ ഓട് നോക്കുമ്പോൾ അവിടെ കാണാണ്ട് പോലും, അപ്പോൾ തന്നെ ഇങ്ങോട്ട് കടത്തിയിട്ടുണ്ടാവുള്ളൂ. അതാണ് ടീപ്പ്. അങ്ങനെയൊക്കെ ഞങ്ങളുടെ മേക്കപ്പും കാര്യങ്ങളും. അപ്പോൾ പിന്നെ അതൊക്കെ ഞങ്ങളൊക്കെ ഇവരൊക്കെ കാണിക്കണ കണ്ട് ഓനും പഠിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ ഇനി കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ബൈ. ഇത് സാരി എടുത്തിട്ടില്ല ആ ഒരു ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.